അള്ളാഹുവിന്റെ പേരിൽ പാരീസിൽ സ്ത്രീകൾക്കെതിരെ ആക്രമണം നടത്തിയ ആൾ പിടിയിൽ 3 സ്ത്രീകളെയാണ് ഇയാൾ ആക്രമിച്ചത്. ആക്രമിക്കപ്പെട്ടവരിൽ ഒരു ഗർഭിണിയും ഉൾപ്പെടുന്നു. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇയാൾ പറയുന്നത്. അക്രമിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നുവെന്ന് ഫ്രാൻസ് ആഭ്യന്തരമന്ത്രി ലൊറാൻ ന്യൂസ് അറിയിച്ചു. ഐസൻ ജോസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുടിയേറ്റക്കാരായി ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ കടന്നുകയറിയ ഒരുപാട് പേരുണ്ട്. അതിൽ ജിഹാദികളാണ് കൂടുതലും എന്നുള്ള ആരോപണങ്ങൾ എക്കാലത്തുമുണ്ട്. അവർ പിന്നീട് ആ മേഖലയിലാകെ ഇസ്ലാമികവൽക്കരണത്തിന് ശ്രമിക്കുകയും പല ആളുകളെയും മതം മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് പിന്നാലെ അപകടകരമായ ഒരാശയം ആ രാജ്യങ്ങളിലെല്ലാം പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അനന്തരഫലമാണിതെന്ന് പറയാതിരിക്കാനും വയ്യ. ഐസൻ. തീർച്ചയായും പ്രജിത്ത്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ പാരീസൊക്കെ ഫാഷൻ്റെ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന പല പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള വിഭാഗങ്ങൾ ഈ ഫാഷനും അതുപോലുള്ള ആധുനികതയും എതിർക്കുന്നൊരു സ്വഭാവമുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് അയാൾ ആക്രമിച്ചത് എന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും വന്നില്ലെങ്കിൽ കൂടി അത്തരത്തിലൊരു നിരീക്ഷണമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ചെറുപ്രായത്തിലുള്ള 36 വയസ്സും 19 വയസ്സും ഒക്കെയുള്ള 3 സ്ത്രീകളെയാണ് ആക്രമിച്ചവരിൽ ഒരു ഗർഭിണിയും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതീവ ഗൗരവമുള്ള രീതിയിൽ ഈ തെരുവിൽ ഓടി നടന്ന് ഇയാൾ ഈ സ്ത്രീകളെ കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇയാൾ നാട്ടുകാരെല്ലാം ചേർന്ന് തടഞ്ഞു വെക്കുകയും പിടികൂടുകയും ചെയ്തപ്പോൾ അവിടെ കിടന്നുകൊണ്ട് അയാൾ പറഞ്ഞതാണ്, അള്ളാഹു അയച്ചതാണ് തന്നെ ആക്രമിക്കാൻ നിർദ്ദേശിച്ചത് അള്ളാഹുവാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായത്. തീർച്ചയായും ഇവിടെയാണ് പ്രജിത്ത് ചൂണ്ടിക്കാട്ടിയ ഗൗരവമേറിയൊരു വിഷയമുള്ളത്. പലയിടങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാരെത്തി അവിടെ തന്നെയുള്ള ചെറുപ്പക്കാരെ റാഡിക്കലൈസ് ചെയ്യുന്ന നീക്കങ്ങളൊക്കെ ഗൗരവമായ രീതിയിൽ നടക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ ഒരു ഇര കൂടിയാണ് ഇപ്പോൾ പിടിയിലായ ഇയാളെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇയാളെ പോലീസ് പിടികൂടി അയാൾക്ക് നേരെ നടപടികൾ ആരംഭിച്ചതായി ഫ്രാൻസിൻ്റെ ആഭ്യന്തരമന്ത്രി ലൊറാൻ ന്യൂസ് തന്നെ അറിയിക്കുന്നുണ്ട്. ഫ്രാൻസിൽ പോർട്ട് ഡി ക്ലിഷി എന്ന് പറയുന്ന ആ പ്രദേശത്താണ് ഈ ആക്രമണം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചെറുപ്പക്കാരൻ കയ്യിലൊരു കത്തിയുമായി 2 അടുക്കളയിൽ ഉപയോഗിക്കുന്ന കരിക്കത്തികൾ ഇയാളുടെ കയ്യിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഈ 2 കരിക്കത്തികളുമായി തെരുവിലൂടെ ഓടി നടന്ന് ആക്രമിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ആക്രമിച്ച് പിടികൂടിയപ്പോൾ അയാൾ പറയുന്നത് അള്ളാഹു അയച്ചതാണ് താൻ ആക്രമിക്കാൻ തനിക്ക് നിർദ്ദേശം നൽകിയത് അള്ളാഹുവാണ് എന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ്, 2015 മുതലുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഷാർലി ഹെബ്ദോ എന്ന് പറയുന്ന ആ വീക്കിലിക്ക് നേരെ നടന്ന ആക്രമണം, അതുപോലെ തുടർച്ചയായ ചില ഇസ്ലാമിക ആക്രമണങ്ങളൊക്കെ തന്നെ പാരീസിലും ഫ്രാൻസിലും നടക്കുന്നുണ്ട്. അത്തരത്തിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു രൂക്ഷമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള റാഡിക്കലൈസേഷൻ സ്വഭാവമുള്ള സംഘടനകളുടെ സാന്നിധ്യം ഇതിന് പിന്നിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്ലീപ്പർ സെല്ലുകളുടെ സ്വാധീനമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇയാളെ സംബന്ധിച്ച് ഒരു ആക്രമണം നടത്തിയത് ഇത്തരത്തിലുള്ള ചില ആശയങ്ങളിൽ ആകൃഷ്ടനായാണ് എന്നത് വ്യക്തമാവുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഭീകര സംഘടനകളുമായി നേരിട്ട് ഇയാൾക്ക് ബന്ധമുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭീകര പ്രവർത്തനത്തിൻ്റെ ഭാഗമായോ ഒരു ഓർഗനൈസ്ഡ് ക്രൈമായി ഇതിനെ നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി അത്തരം സൂചനകളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധികം വൈകാതെ വിശദാംശങ്ങൾ ഇതിൽ നിന്നും ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്.